ഇടവേളയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, ചൈന, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് കോവിഡ് വ്യാപിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ 28% വർധനവുണ്ടായിട്ടുണ്ട്. മെയ് 3 വരെ 14,200 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏഷ്യയിലുടനീളം പടരുന്ന വൈറസിന്റെ പുതിയ തരംഗമാണിതെന്നാണ് വിലയിരുത്തൽ. ചൈനയിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി ഉയർന്നിരുന്നു. നിലവിൽ ഇതിനോടടുക്കുകയാണ് കോവിഡ് കേസുകൾ. തായ്ലൻഡിൽ ഏപ്രിൽ മുതലാണ് കോവിഡ് കേസുകൾ ഉയർന്നു തുടങ്ങിയത്. ഹോങ്കോങ്ങിൽ കോവിഡിന്റെ പുതിയ തരംഗം അനുഭവപ്പെടുന്നുണ്ട് എന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പരിശോധനയിൽ മാർച്ചിൽ 1.7% നിന്ന് 11.4% കോവിഡ് കേസുകൾ ഉയർന്നത്. ഹോങ്കോങ്ങിൽ 81 ഗുരുതരമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 30 പേർ മരിക്കുകയും ഉണ്ടായി. അവരിൽ ഭൂരിഭാഗവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായ വ്യക്തികളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. പാകിസ്ഥാന് വായ്പയുടെ അടുത്ത ഗഡു അനുവദിക്കാൻ 11 പുതിയ ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര നാണ്യനിധി. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം വായ്പാ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും IMF മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് പാകിസ്ഥാനിലെ ഇംഗ്ലീഷ് പത്രമായ ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൈദ്യുതി ബില്ലുകളിലെ ബാധ്യതകളുടെ സർചാർജ് വർദ്ധിപ്പിക്കുക, പാചകവാതകം ഉൾപ്പെടെ ഊർജ്ജ മേഖലയിൽ പുതിയ തീരുവ നടപ്പാക്കുക, ഭാവി സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പ്രഖ്യാപിക്കുക, IMFന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ 17.6 ലക്ഷം കോടി രൂപയുടെ പുതിയ ബജറ്റ് അംഗീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണുള്ളത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. UAE വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതിൽ നിർദ്ദേശങ്ങളുമായി മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി വീട്ടുജോലിക്കാരെ നിയമിക്കരുത് എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശം സംരക്ഷിക്കാൻ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്ന് മാത്രമേ വീട്ടുജോലിക്കാരെ നിയമിക്കാൻ കഴിയൂ. അല്ലാതെയുള്ള റിക്രൂട്ട്മെന്റ് അപകട സാധ്യത കൂട്ടും. ജോലിക്കാർക്കോ വീട്ടുടമയ്ക്കോ എന്തെങ്കിലും പ്രയാസം നേരിടേണ്ടി വന്നാൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുതിയൊരാളെ നൽകുവാൻ ആവശ്യപ്പെടാം. വ്യാജ റിക്രൂട്ട്മെന്റിലെത്തുന്നവരുടെ മെഡിക്കൽ പരിശോധന, സ്വഭാവ പശ്ചാത്തലം എന്നിവ പരിശോധിക്കാനും സംവിധാനമില്ല എന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിൽ കരാറില്ലാത്തതിനാൽ ഏത് സമയവും ഒളിച്ചോടാനും ഇടയുണ്ട്. നിയമലംഘനം നടത്തിയാൽ നിയമപ്രകാരം പരാതിപ്പെടാനും സാധിക്കില്ല. തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിലാണ് വീട്ടുജോലിക്കാരെ നിയമിക്കേണ്ടത്. 2 വർഷമാണ് കരാറിന്റെ കാലാവധി. അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസി വഴി റിക്രൂട്ട് ചെയ്തവരുടെ ജോലി തൃപ്തികരമല്ല എങ്കിൽ 6 മാസത്തെ പ്രൊബോഷൻ കാലയളവിനിടയിൽ പിരിച്ചുവിട്ട് പുതിയ തൊഴിലാളിയെ റിക്രൂട്ടിംഗ് ഏജൻസിയോട് ആവശ്യപ്പെടാം. പുതിയ ജോലിക്കാരെ റിക്രൂട്ടിംഗ് ഏജൻസി നൽകിയില്ല എങ്കിൽ കെട്ടിവെച്ച തുക വീണ്ടെടുക്കാം. ഇവർക്കെതിരെ നിയമപരമായി നീങ്ങുകയും ചെയ്യും. ജോലിക്കാരെ വീടുകളിൽ താമസിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് മണിക്കൂർ കണക്കാക്കിയും നൽകും. വീട്ടുജോലിക്കാരെ വേതന സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുറച്ചതായിട്ടും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. 2.5 മാസമായി തുടരുന്ന കടുത്ത ഉപരോധത്തിന് ശേഷം ഗസയിലേക്ക് പരിമിതമായ അളവിൽ സഹായ വസ്തുക്കൾ കടത്തിവിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധത്തിൽ തകർത്തെറിഞ്ഞ ഗസയിലേക്ക് വിവിധ രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളും അയച്ച സഹായ വസ്തുക്കൾ അടങ്ങിയ ട്രക്കുകൾ മാർച്ച് 2 മുതൽ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗസയിൽ കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പരിമിതമായ സഹായം അനുവദിക്കുന്നത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. നിശ്ചിത അളവിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്നും നെതന്യാഹു പറഞ്ഞു. മാർച്ച് 2 മുതൽ ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സാധനങ്ങൾ, ഇന്ധനം എന്നിവയുൾപ്പെടെയുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗസയിൽ ഭക്ഷ്യവിതരണത്തിന് നേതൃത്വം നൽകുന്ന വേൾഡ് സെൻട്രൽ കിച്ചൺ, UNന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവരെ മാറ്റി US കരാറുകാരായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് ചുമതല നൽകുവാനാണ് ഇസ്രായേലിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. ആണവായുധം പ്രയോഗിക്കാതെ തന്നെ യുക്രൈൻ ആക്രമണത്തിന്റെ ലക്ഷ്യം നേടാൻ റഷ്യക്ക് കഴിയുമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഔദ്യോഗിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പുടിന്റെ പുതിയ പ്രസ്താവന. ആണവായുധം എന്ന അബദ്ധം കാണിക്കാൻ റഷ്യയെ നിർബന്ധിക്കുന്ന നിരവധി ശ്രമങ്ങളുണ്ടായി. പക്ഷേ ആണവായുധം പ്രയോഗിക്കാതെ ലക്ഷ്യം നേടാൻ മതിയായ സേന റഷ്യക്കുണ്ട്. നിലവിലെ ഏറ്റുമുട്ടലിൽ മൂലകാരണം ഇല്ലാതാക്കുക, ദീർഘകാലം നിലനിൽക്കുന്നതും സുസ്ഥിരവുമായ സമാധാന സാഹചര്യം സൃഷ്ടിക്കുക, റഷ്യക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.